തിരുവനന്തപുരത്താണ് പാറശാല CSI ലോ കോളേജിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. 1ാം വർഷ വിദ്യാർത്ഥിയും വട്ടപ്പാറ സ്വദേശിയുമായ അഭിരാമിന്. സംഭവത്തിൽ 3 പേർ പിടിയിലായി. തിരുവനന്തപുരത്താണ് പാറശാല CSI ലോ കോളേജിലാണ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനത്തിനിരയാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. വിദ്യാർത്ഥിയുടെ തലക്കൊക്കെ മുറിവേറ്റ പാടുകളൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1ാം വർഷ വിദ്യാർത്ഥിയും വട്ടപ്പാറ സ്വദേശിയുമായ ആദിറാമിനാണ് സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് 3 പേർ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? റാഗിംഗ് തന്നെയാണോ ഈ വിവരവും? ഹരിത, ഇന്നലെയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം പാറശാല CSI ലോ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിരാമിനാണ് സീനിയേഴ്സിന്റെ മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ അഭിരാം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഈ സീനിയർ വിദ്യാർത്ഥികൾ എത്തി മർദ്ദിക്കുകയായിരുന്നു. ഈ മുൻപും ഈ സീനിയർ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ, സീനിയേഴ്സിനെതിരെ പരാതികൾ ഈ അഭിരാം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ മർദ്ദനമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ എന്തായാലും പാറശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബെനോ, ബിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 4 പേരും 4ാം വർഷ വിദ്യാർത്ഥികളാണ്. പ്രധാനമായും നീ എനിക്കെതിരെ പരാതി നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ 4-അംഗ സംഘം, ബെനോയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ഈ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിറാമിനെ താമസ സ്ഥലത്തേക്ക് എത്തി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ കയ്യിലുണ്ടായിരുന്ന ഇടിവളയും പലകയും ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നാണ് പറയുന്നത്. സംഭവത്തിൽ എന്തായാലും വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും കൂടാതെ ചെവിയുടെയും കഴുത്തിന്റെയും ഭാഗത്തടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്നാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പാറശാല പോലീസിൽ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പോലീസ് ഇപ്പോൾ ഈ 4 പേർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയതടക്കം കാണിച്ചുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിന്നെ ഞാൻ കൊല്ലും, നീ ഈ കോളേജിൽ നിന്ന് പഠിക്കേണ്ട എന്നടക്കം ഭീഷണിപ്പെടുത്തിയെന്നും അഭിരാം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും സംഭവത്തിൽ ഇപ്പോൾ പാറശാല പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ മൊഴി എത്തതിനു ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുക. ഹരിത, പിന്നെ അതേസമയം തന്നെ ഈ കുട്ടി പരാതി പറഞ്ഞത് കോളേജ് അധികൃതരോട് തന്നെയാണോ? അങ്ങനെയെങ്കിൽ കുട്ടിയുടെ പരാതിക്കനുസരിച്ചൊരു നടപടി അവരുടെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഹരിത, കോളേജിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള വിശദീകരണവും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കുട്ടിയെ കൂടി ചോദിക്കേണ്ടതുണ്ട്, കുട്ടിയുടെ മൊഴി കൂടി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കുട്ടിയുടെ പരാതിയിൽ പാറശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപും നിരവധി തവണ ഇത്തരത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും അടക്കം പോലീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കുട്ടിയുടെ കൂടി മൊഴിയെടുക്കേണ്ടതുണ്ട്. കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു, കോളേജിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുത്തിരുന്നു എന്നടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും എന്തായാലും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുക. ഹരിത, ശരി, വിനയാണ് വിവരങ്ങൾ നൽകിയത്.